ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ്. അപ്പോൾ ഞാൻ കുറേ നാളായി തിങ്ക് ചെയ്യുന്നു ഒരു ക്രോഷ്യ ചെയ്യുന്ന വീഡിയോ ഇടണമെന്ന്. അപ്പം ഞാൻ ഇന്ന് ഇടാൻ പോകണം ഗൈസ്. അപ്പം അതിനുള്ളത് എൻ്റെ ഈ ഒരു സിൽവർ കളർ ഹുക്കും ബ്ലാക്ക് കളർ യാണോ ആണുള്ളത്. അപ്പം നമുക്ക് ചെയ്യാം ഗൈസ്. ഈ ഒരു ഫിംഗർ എടുക്കുക, എന്നിട്ട് അത് ഈ ഒരു എക്സ് ഷേപ്പിലാക്കുക. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ബട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ചത്. എന്നിട്ട് അതിൽ കൂടെ സൈഡിൽ കൂടെ എടുത്തിട്ട് ഇതാക്കാം. പിന്നെ നമുക്ക് എന്നിട്ട് നമ്മൾ ഇതിൽ കൂടെ എടുത്തിട്ട് എങ്ങനെ ഇത് വരയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഈ ക്രോഷ്യ ചെയ്യാൻ കുറച്ച് ടഫാണ്, ബട്ട് ഞാൻ അതിൻ്റെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ എടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് എടുക്കാം. മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവർ ബ്ലാക്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ഞാൻ കുറേ നാളെ വിചാരിക്കുന്നത് ആണോ ഉണ്ടാക്കി കൊടുക്കുന്നത് ഗൈസ്. അപ്പം എനിക്ക് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ട്രൈ ചെയ്തതാക്കി ഗൈസ്. നമ്മുടെ ഈ ഒരു യാൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കട്ടികളാണ്. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അവളാണിപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അവളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ യാണിന് 10 ഹുക്കിന് 15 അപ്പോൾ സ്കൂൾ അടക്കണക്കാട്ടും ഞാൻ പൈസ കൊടുത്തപ്പോൾ അവൾ കൊടുത്തു, മേടിച്ചിട്ടുണ്ട്. അപ്പം ഒക്കെ വെക്കേഷൻ ടൈമിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് ഇന്ന് ചെയ്ത് പഠിച്ചോ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എനിക്കിത് എന്താണെന്നറിയില്ല, ക്രോഷ്യനോടെല്ലാം വളരെ ഇൻട്രസ്റ്റാണ്. എനിക്ക് ഇഷ്ടമാണ് ക്രോഷ്യ, അതാണ് എൻ്റെ ഇൻട്രസ്റ്റ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ക്രോഷ്യ ഇഷ്ടമാണ്. അപ്പം ഈ ക്രോഷ്യയുടെ സെക്കൻഡ് ഇയർ ഞാൻ പഠിച്ചിട്ടില്ല. സെക്കൻഡ് ഇയർ പഠിച്ചിട്ട് എൻ്റെ ഉമ്മച്ചിയുടെ കുഞ്ഞുമാടെ മോളെ ഗർഭിണിയാണ്. അപ്പോൾ അതിൻ്റെ വാവയ്ക്ക് ഒരു ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കണം. ബോയ്ക്കും ഗേളിനും ഇടാൻ പറ്റിയൊരു ഡ്രസ്സ്. അതായത് പിന്നെ ബോയ് ആണെങ്കിലും ഗേളാണെങ്കിലും അത് ഇടാം. എൻ്റെ കൈകൾ വെച്ച് ഉണ്ടാക്കുക, അതാണ് കടയിൽ നിന്ന് വാങ്ങേണ്ടി. അപ്പം നല്ലൊരു ക്രോഷ്യ ബേസിക് സ്റ്റിച്ചാണ് കിട്ടുന്നത്. ചെയ്ത് ഗൈസ് കുറച്ചായിട്ടുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമാണ് ക്രോഷ്യ, ലൈക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇനി കാണണം എന്ന് ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മോർ അടിച്ചാൽ എന്തായാലും കൂടെ കുറേ ഗൈസ്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് കളഞ്ഞു ഗൈസ്. അത് ഒരുമാതിരി കുറേ എടുക്കണം. അതിൻ്റെ ഹാൻഡ് വളരെ സ്മോളാണ്. പിന്നെ ഈ ഒരു സ്മോൾ ബേബിക്ക് കുറേ എന്ന് പറയുമ്പോൾ ഞാൻ വെച്ച് ചെയ്തത് ക്രോഷ്യ ചെയ്തതെന്ന് പറയുമ്പോൾ പറ്റില്ല. ഞാൻ പച്ചക്കെങ്കിൽ നമുക്ക് പറ്റുന്നത്രയും ഉണ്ടാക്കാം. അവൻ്റെ ആ സിൽവർ കളർ ടൈറ്റും ഉണ്ടായിരുന്നു. പിന്നെ നാളെ വോട്ടല്ലേ, നിങ്ങളുടെ അവിടെ സ്ഥാനാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഇവിടെ കുറേ സ്ഥാനാർത്ഥി ഉണ്ട്, പക്ഷേ അധികം ആൾക്കാരുടെ പേരറിയില്ല. ബട്ട് 3 പേരുടെ പേരറിയാം. പി രാജീവ് സാറ് LDF, പിന്നെ അബ്ദുൽ ഗഫൂർ സാറ് UDF, പിന്നെ താമരയുടെ ചിഹ്നമുള്ള പാർട്ടിയുടെ പേര് എനിക്കറിയില്ല, അത് ബിനു സാറ്. ഇവരെ മാത്രമേ എനിക്കറിയുള്ളൂ. പി രാജീവ് സാറിനെ കുറേ പ്രാവശ്യം കണ്ടിട്ട് കുറേ പ്രാവശ്യം കണ്ടു. തടിക്കക്കടവ് പാലം തടിക്കക്കടവ് പാലത്തിൻ്റെ അടിയിലൊരു പാർക്ക് വന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നേ. അപ്പം ഞാനും പോയി. അപ്പോൾ നിങ്ങളേത് പാർട്ടിയാണ് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം നമ്മൾ ചെയ്തിട്ടായിട്ട് ഞങ്ങൾക്ക് പോയി കത്തർ കിട്ടിയിട്ട് കത്തർ കിട്ടും. ഇപ്പുറത്തതും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഉണ്ടാക്കി എനിക്കിത് ചേരും, ബട്ട് ഞാൻ ഇടയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.